Hello viewers, namaste, welcome back to my new video. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് വീഡിയോയിൽ കാണിക്കുന്ന സ്വിംഗ് പെർഫോമൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന M&Mന്റെ ആണ്. നമുക്ക് ഇതിനകത്ത് ഇൻട്രാഡേയോ സ്വിംഗോ സ്കാൽപ്പിംഗ് ഏതാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ചുള്ള ടൈം ഫ്രെയിം സെറ്റ് ചെയ്താണെങ്കിൽ അതനുസരിച്ചുള്ള സിഗ്നലാണ് നമുക്ക് തരുന്നത്. ഇതിപ്പോൾ ഞാൻ 1 hourന്റെ ആണ്, ഷോർട്ട് ടൈം ആണ്. ലോങ് ടൈം ആണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ബൈ എന്ന് പറയുമ്പോൾ 3-ാം തീയതിയാണ്, നവംബർ 3-ന് വന്ന ട്രേഡാണ്. ഇന്ന് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഓൾറെഡി നോക്കുവാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് സോഫ്റ്റ് വന്ന ടാർഗറ്റ് എല്ലാം അടിച്ചിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി നോക്കുവാണെങ്കിൽ ഒരു 198 to around 200 പോയിന്റ്സ് മാർക്കറ്റ് കയറി തന്നെ നിൽക്കുകയാണ്. നമുക്ക് ഈ കാണിക്കുന്നതാണ് ഗ്രീൻ അപ്പാരാണ് ബൈ സിഗ്നൽ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും. 3537.50 നമുക്ക് ഈ ഒരു ട്രേഡ് വന്നിരിക്കുന്നത്. പക്ഷെ അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക. കൺഫേം എന്ന് പറയുമ്പോൾ ഈ ആരോ വന്നതിന് ശേഷം പ്രൈസിയുടെ ബൈ സോൺ തന്നെ ആയിരിക്കണം. അതുപോലെ ആരോയുടെ താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ആക്ച്വലി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രീൻ വന്നിട്ടില്ല. ഇൻ കേസ് അത് റെസിസ്റ്റൻസ് എടുത്തു വരുന്ന മാർക്കറ്റ് ട്രേഡ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ബാറിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ റെസിസ്റ്റൻസിനെ എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ബാറിൻ്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആക്ച്വലി നമുക്ക് കൺഫർമേഷൻ കിട്ടി ഈ ഒരു ലെവലിലാണ്, അതായത് വെരി നെക്സ്റ്റ് ഡേയിലാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടിയത്. അവിടെ നിന്നാണ് മാർക്കറ്റ് കയറി തുടങ്ങി. ആക്ച്വലി നോക്കുവാണെങ്കിൽ നമുക്ക് ആ ട്രേഡ് വന്ന ശേഷം മാർക്കറ്റ് കയറിയിട്ടില്ല, ഇറങ്ങുകയാണ് ചെയ്തത്. നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് കയറി തുടങ്ങിയത്. അതായത് നമുക്ക് എൻട്രി പോയിന്റിൻ്റെ അതിൽ നിന്ന് മാർക്കറ്റ് അധികം കയറാതെ ഇറങ്ങി സൈഡ് വേസ് ആയതുകൊണ്ടാണ് കേട്ടോ. അവിടെ കളർ ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. അത് സൈഡ് വേ ആയിട്ട് കൺഫർമേഷൻ കിട്ടിയില്ല. പക്ഷേ കൺഫർമേഷൻ കിട്ടിയ ലെവലിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ടാർഗറ്റ് നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ താഴെ ഡിസ്പ്ലേ വരും കേട്ടോ. അതിപ്പം ടാർഗറ്റ് ഇപ്പം ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റിൽ നമ്മൾ മാറണമെങ്കിൽ അങ്ങനെ മാറാം, അല്ലെങ്കിൽ ഫുൾ തേർഡ് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് ടാർഗറ്റ് വന്നതിന് ശേഷം താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോണാണ് നമ്മുടെ കൺഫർമേഷൻ. അതുണ്ടെന്നുണ്ടെങ്കിൽ കൺഫേം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടാർഗറ്റിന് ശേഷം ആ ഒരു പൊസിഷൻ കണ്ടിന്യൂ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആണ്. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാം. കാരണം ബാറും പ്രൈസൊക്കെ ഓക്കെയാണ്. റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എഗെയിൻ മാർക്കറ്റ് കയറിപ്പോളും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് മാർക്കറ്റ് ഇനിയും ഒന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് കയറുന്ന ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റീ എൻട്രി ചെയ്യാം. അതായത് രണ്ടാമത്തെ ഈ ഒരു ട്രേഡിൽ നമുക്ക് ബൈ ചെയ്തിടാം. ഈ സ്റ്റോക്കിന് എഗെയിൻ ബൈ ചെയ്തിടാം. വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സോഫ്റ്റ്വെയർ ബേസ്ഡ് ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് മാനുവലായിട്ട് നമ്മൾ ചെയ്യണം. ബാക്കിയെല്ലാം സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി കാണാനോ പഠിക്കാനോ താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.